ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാർഡിയാക് സൈക്കിളിനെ കുറിച്ചിട്ടാണ്. കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റോളും ഒരു ഡയാസ്റ്റോളും കൂടെ കൂടിയതാണ്. നമുക്കറിയാം നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. പമ്പ് ചെയ്യാൻ വേണ്ടി ഹാർട്ട് കൺട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൺട്രാക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റോൾ എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൺട്രാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് വന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഹാർട്ട് റിലാക്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നതിനെ നമ്മൾ ഡയാസ്റ്റോൾ എന്ന് പറയും. ഈ സിസ്റ്റോളും ഡയാസ്റ്റോളും നടക്കുന്ന സമയത്ത് ഹാർട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കാർഡിയാക് സൈക്കിളിലൂടെ നമ്മൾ പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പറുണ്ട്. റൈറ്റ് എട്രിയ, റൈറ്റ് വെൻട്രിക്കിൾ, അതുപോലെ തന്നെ ലെഫ്റ്റ് എട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും. ഇതിൽ ലെഫ്റ്റ് എട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള വാൾവിൻ്റെ പേരാണ് മൈട്രൽ വാൾവ്. റൈറ്റ് എട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള വാൾവിൻ്റെ പേരാണ് ട്രൈക്കസ്പിഡ് വാൾവ്. പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും അയോർട്ടിൻ്റെയും ഇടയിലുള്ള വാൾവിൻ്റെ പേരാണ് അയോർട്ടിക് വാൾവ്. അതുപോലെ തന്നെ റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും പൾമിനറി ആർട്ടറിൻ്റെയും ഇടയിലുള്ള വാൾവിൻ്റെ പേരാണ് പൾമിനറി വാൾവ്. നമ്മുടെ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ലെഫ്റ്റ് ഹാർട്ടിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പറയുക. അതായത് ലെഫ്റ്റ് എട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ട. കാർഡിയാക് സൈക്കിളിലെ ഓരോ ഇവൻറ്റ് പറയുമ്പോഴും ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാര്യമായിട്ട് പറയുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ലെഫ്റ്റ് ഹാർട്ടിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ റൈറ്റ് ഹാർട്ട് ആൾസോ. കാരണം ഇതേ സംഭവം തന്നെയാണ് റൈറ്റ് സൈഡിലും നടക്കുന്നത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർസിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രഷർ കുറച്ച് കൂടുതലാണ്, ഒരു ഹൈ പ്രഷർ സർക്കുലേഷനാണ്. എന്നാൽ റൈറ്റ് ഹാർട്ട് അങ്ങനെയല്ല, അതൊരു ലോ പ്രഷർ സർക്കുലേഷനാണ്. അത് ലങ്സിലേക്ക് മാത്രമേ പമ്പ് ചെയ്യുന്നുള്ളൂ. പക്ഷേ വർക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് റൈറ്റ് സൈഡിലും അപ്ലിക്കബിൾ ആണ്. സോ നമുക്ക് തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ഇവൻറ്റ്. നമ്മൾ ആദ്യം പറയുന്ന ഫസ്റ്റ് ഇവൻറ്റ് എട്രിയൽ കൺട്രാക്ഷൻ. എട്രിയ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ എട്രിയൻ്റെ അകത്തുള്ള ബ്ലഡിനെ വെൻട്രിക്കിളിലേക്ക് പുഷ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ എട്രിയ കൺട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ വെൻട്രിക്കിൾ ഏകദേശം 80% എന്താണ് ഫിൽഡാണ്. ബാക്കിയുള്ള 20% മാത്രമേ എട്രിയൽ കൺട്രാക്ഷൻ കൊണ്ട് വെൻട്രിക്കിളിന് ലഭിക്കുന്നുള്ളൂ. സോ ഇൻ കേസ് എട്രിയൻ്റെ ഫങ്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് മൈട്രൽ വാൾവ് ഓപ്പൺ ആണ്. അതിലൂടെയാണല്ലോ ബ്ലഡ് ഫ്ലോ ചെയ്ത് വെൻട്രിക്കിളിനകത്തേക്ക് എത്തുന്നത്. വെൻട്രിക്കിളാണെങ്കിലോ റിലാക്സ്ഡ് ആണ്. വെൻട്രിക്കിളിനകത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് 0 ആണ്. വെൻട്രിക്കിൾ ഇപ്പോൾ ഫില്ലായി കൊണ്ടിരിക്കുകയാണ്. അയോട്ടിക് വാൾവ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അയോട്ടിയിൽ ഏകദേശം 80 mm മെർക്കുറി പ്രഷർ ഉണ്ട്. അയോട്ട് എന്താ ചെയ്യുന്നത്? അത് ബ്ലഡിനെ സ്ക്വീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് സ്ക്വീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എട്രിയ കൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് എട്രിയയിൽ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യും. അതൊരു പ്രഷർ വേവിനെ ഉണ്ടാക്കും. ആ പ്രഷർ വേവിനെ നമ്മൾ എ വേവ് എന്നാണ് പറയാം. സോ എട്രിയൽ കൺട്രാക്ഷൻ്റെ ഭാഗമായി നമുക്ക് ഒരു വേവ് ജനറേറ്റ് ചെയ്തു. അതിൻ്റെ പേരാണ് എ വേവ്. സോ ഇത്രയും കാര്യങ്ങളാണ് എട്രിയൽ കൺട്രാക്ഷനിലുണ്ടാവുക. ഇനി നമുക്ക് അടുത്ത ഇവൻറ്റിലേക്ക് പോകാം. എട്രിയൽ കൺട്രാക്ഷൻ കഴിഞ്ഞ പാടെ വെൻട്രിക്കിളിൻ്റെ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോഴേ വെൻട്രിക്കിളിൻ്റെ പ്രഷർ കൂടാൻ തുടങ്ങും. വെൻട്രിക്കിളിൻ്റെ പ്രഷർ 0-ൽ നിന്നും 5 mm മെർക്കുറി ആകുമ്പോഴേക്കിന് അത് എട്രിയത്തിലുള്ള പ്രഷറിനേക്കാളും കൂടുതലാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലഡിന് വെൻട്രിക്കിളിൽ നിന്നും എട്രിയയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ടെൻഡൻസി ഉണ്ടാകും. പക്ഷേ അതിന് മുന്നായിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാം, നമ്മുടെ മൈട്രൽ വാൾവ് ക്ലോസ് ചെയ്യും. മൈട്രൽ വാൾവ് അടയുമ്പോൾ ഈ ബാക്ക് ഫ്ലോ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മൈട്രൽ വാൾവ് അടയുന്ന സമയത്ത് ഒരു സൗണ്ട് ജനറേറ്റ് ചെയ്യും. അതാണ് S1. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഈ ഹാർട്ട് സൗണ്ട് ഉണ്ടാകുന്നത് മാത്രമല്ല, മൈട്രൽ വാൾവ് ക്ലോസ് ചെയ്യുമ്പോൾ അത് എട്രിയയിലേക്കൊരു ചെറിയൊരു ബാക്ക് പ്രഷർ കൊടുക്കും. നമ്മൾ ഈ വാതിലൊക്കെ അടക്കുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്ന പോലെ ഈ ബാക്ക് പ്രഷർ കൊടുക്കുന്നത് എട്രിയയിൽ ഒരു വേവായിട്ട് ജനറേറ്റ് ചെയ്യും, പ്രഷർ വേവ്. അതാണ് സി വേവ്. എട്രിയ ഈ സമയത്ത് നമ്മുടെ പൾമിനറി ആർട്ടറിയിൽ നിന്നും വരുന്ന ബ്ലഡിനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു റിസർവെയർ പോലെ എട്രിയ ആക്ട് ചെയ്യാണ്. വെൻട്രിക്കിളിലെ പ്രഷർ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം 80 mm മെർക്കുറി വരെ ഈ ഫേസിൽ പോകും. അയോട്ട ആണെങ്കിൽ ഇപ്പോൾ ബ്ലഡിനെ സ്ക്വീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അയോട്ടിക് വാൾവ് ഇപ്പോഴും ക്ലോസ്ഡ് ആണ്. വെൻട്രിക്കിളിലെ പ്രഷർ ഒന്നുകൂടെ കൂടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാൾവിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫേസിൽ നടക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫേസിൽ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ 2 വാൾവും ക്ലോസ്ഡ് ആണ് അല്ലേ. ബ്ലഡിൽ വെൻട്രിക്കിളിനകത്തേക്ക് ബ്ലഡ് വരുന്നില്ല, വെൻട്രിക്കിളിൽ നിന്നൊരു ബ്ലഡും പോകുന്നില്ല. അതുകൊണ്ട് ഈ ഫേസിന് നമ്മൾ പറയും ഐസോ വോളിമെട്രിക് കൺട്രാക്ഷൻ. ഓക്കെ.
നമുക്ക് അടുത്ത ഫേസിലേക്ക് പോവാം. അടുത്ത ഫേസിൽ വെൻട്രിക്കിളിൻ്റെ കൺട്രാക്ഷൻ്റെ ഫോഴ്സ് മാക്സിമം ആകും. വെൻട്രിക്കിൾ അതിൻ്റെ മാക്സിമം പ്രഷർ ജനറേറ്റ് ചെയ്യും. വെൻട്രിക്കിളിൻ്റെ പ്രഷർ 80 നിന്നും 120 മില്ലിമീറ്റർ മെർക്കുറി വരെ കൂടും. ഈ സമയത്ത് അയോർട്ടിക് വാൾവ് തുറക്കും. അയോർട്ടിക് വാൾവ് തുറക്കുന്ന മൊമെൻറ്റിൽ എന്ത് ചെയ്യുന്ന അറിയും, വെൻട്രിക്കിളിലെ ബ്ലഡ് ഭയങ്കര ഫോഴ്സിൽ റാപ്പിഡായിട്ട് എന്ത് ചെയ്യും, അയോർട്ടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ ഫേസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, റാപ്പിഡ് വെൻട്രിക്കുലാർ ഇജക്ഷൻ ഫേസ് എന്നാണ്. അയോർട്ടയിലേക്ക് ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് ഒരുപാട് ബ്ലഡ് വരികയാണ്. സോ ഈ ബ്ലഡിനെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്ന അറിയും, അയോർട്ട സ്ട്രെച്ച് ഔട്ട് ചെയ്യും. അയോർട്ടൻ്റെ വാൾസ് സ്ട്രെച്ച് ഔട്ട് ചെയ്യും. അയോർട്ട ഒരു ഇലാസ്റ്റിക് ആർട്ടറി ആണല്ലോ. അപ്പോൾ വെൻട്രിക്കിളിലുള്ള അതേ പ്രഷർ തന്നെ അയോർട്ടയിലും എത്തും. എത്ര 120 മില്ലിമീറ്റർ മെർക്കുറി പ്രഷറായിട്ട് മാറും. ഈ സമയത്തും നമ്മുടെ മൈട്രൽ വാൾവ് ക്ലോസ്ഡ് ആണ്. എട്രിയ ഇപ്പോഴും ഒരു റിസർവെയർ പോലെ പ്രവർത്തിക്കുകയാണ്. പൾമിനറി ആർട്ടറിയിൽ നിന്നും വരുന്ന ബ്ലഡിനെ അത് ശേഖരിച്ച് വെക്കുകയാണ്. ഇങ്ങനെ ഫില്ലിങ് കൂടുന്തോറും എട്രിയിലൊരു പ്രഷർ വേവ് ഇങ്ങനെ സ്ലോ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേരാണ് വി വേവ്. സോ ഇങ്ങനെയാണ് വി വേവ് ജനറേറ്റ് ചെയ്യുക. സോ ഈ ഫേസിൽ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ഫേസിൽ വെൻട്രിക്കിൾ ഇപ്പോഴും കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെൻട്രിക്കിൾ ജനറേറ്റ് ചെയ്യുന്ന പ്രഷർ പതുക്കെ കുറഞ്ഞു തുടങ്ങും. എങ്കിലും അതിപ്പോഴും എന്താണ്, അയോർട്ടയിലുള്ളതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ബ്ലഡ് ഫ്ലോ ഇങ്ങോട്ട് തന്നെ, ബ്ലഡ് ഫ്ലോ വെൻട്രിക്കിളിൽ നിന്നും അയോർട്ടയിലേക്ക് തന്നെയാണ് പോവുക. പക്ഷേ നേരത്തെ പോയ പോലെ ഭയങ്കര റാപ്പിഡായിട്ടൊന്നും പോകില്ല. കുറച്ച് റേറ്റൊക്കെ കുറഞ്ഞ് സ്ലോയിലേ പോകുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫേസിനെ സ്ലോ വെൻട്രിക്കുലാർ ഇജക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ അയോർട്ടിക് വാൾവ് ഓപ്പൺ ആണ്. വെൻട്രിക്കിളിലെ പ്രഷർ ഡ്രോപ്പിനനുസരിച്ചിട്ട് അയോർട്ടയിലും ചെറുങ്ങനെ പ്രഷർ ഡ്രോപ്പ് ചെയ്ത് വരും. അയോർട്ട കിട്ടിയ ബ്ലഡിന് എന്ത് ചെയ്യുന്നു, മുന്നോട്ട് സ്ക്വീസ് ചെയ്യുന്നു. മൈട്രൽ വാൾവ് ഇപ്പോഴും ക്ലോസ്ഡ് ആണ്. എട്രിയ ഇപ്പോഴും ഒരു റിസർവർ പോലെ ആക്ട് ചെയ്യാണ്. പൾമിനറി ആർട്ടറിയിൽ നിന്നും വരുന്ന ബ്ലഡിനെ അത് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വി വേവ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫേസിലുള്ളത്. ഇനി അടുത്ത ഫേസിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ വെൻട്രിക്കിളിൻ്റെ സിസ്റ്റോൾ കഴിഞ്ഞു. ഇനി വെൻട്രിക്കിളിൻ്റെ ഡയാസ്റ്റോളാണ്. വെൻട്രിക്കിളിൻ്റെ മസിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതിനുശേഷം ചേംബർ, വെൻട്രിക്കിളിൻ്റെ ക്യാവിറ്റി എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും തുടങ്ങും. പക്ഷേ ഈ മസിൽ റിലാക്സേഷൻ്റെയും അതുപോലെ തന്നെ ചേംബർ എൻലാർജ്മെൻറ്റിൻ്റെയും ഇടയിൽ ചെറിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഏകദേശം ഒരു 0.04 സെക്കൻഡ്. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ പ്രോട്ടോ ഡയാസ്റ്റോൾ എന്ന് പറയാം. മസിൽ റിലാക്സേഷൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ട് നമ്മളിതിനെ കണക്കാക്കും. സോ ഇങ്ങനൊരു ഫേസും കൂടെ നമ്മുടെ കാർഡിയക് സൈക്കിളിലുണ്ട്. അപ്പോൾ പ്രോട്ടോ ഡയാസ്റ്റോളിന് ശേഷം വെൻട്രിക്കിൾ ശരിക്കും റിലാക്സ് ചെയ്യാൻ തുടങ്ങും. വെൻട്രിക്കിളിലെ പ്രഷർ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. വെൻട്രിക്കിളിലെ പ്രഷർ കുറയുന്നതിനനുസരിച്ചിട്ട് അയോർട്ടയിലെ പ്രഷറും കുറയും. അപ്പോൾ നേരത്തെ പമ്പ് ചെയ്ത ബ്ലഡ് എന്ത് ചെയ്യുമെന്നറിയോ, തിരിച്ച് വെൻട്രിക്കിൾക്ക് തന്നെ വരാനൊരു സാധ്യത ഉണ്ട് അവിടെ. വെൻട്രിക്കിളിലെ പ്രഷർ 80 മില്ലിമീറ്റർ മെർക്കുറിനേക്കാളും താഴെ ഡ്രോപ്പ് ചെയ്യുന്ന മൊമെൻറ്റിൽ എന്ത് ചെയ്യുമെന്നറിയോ, അയോർട്ടിക് വാൽവ് ക്ലോസ് ചെയ്യും. അയോർട്ടിൽ നിന്നുള്ള ഈ ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാനാണത്. ഈ വാൾവ്, അയോർട്ടിക് വാൾവ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ജനറേറ്റ് ചെയ്യും. അതാണെന്ത്, S2, സെക്കൻഡ് ഹാർട്ട് സൗണ്ട്. ഇങ്ങനെ ഈ ഒരു പമ്പിങ്ങിന് ശേഷം, ഇജക്ഷന് ശേഷം വെൻട്രിക്കിളിനകത്ത് ബാക്കിയുള്ള ബ്ലഡിന് നമ്മൾ പറയുന്ന പേരാണ് എൻഡ് സിസ്റ്റോളിക് വോളിയം എന്ന്. എല്ലാ ബ്ലഡിനൊന്നും പമ്പ് ചെയ്യില്ല, കുറച്ചവിടെ ബാക്കി ഉണ്ടാകും. അതിന് പേരാണ് എൻഡ് സിസ്റ്റോളിക് വോളിയം എന്ന്. മൈട്രൽ വാൾവ് ഇപ്പോഴും ക്ലോസ്ഡ് ആണ്. എട്രിയ ഇപ്പോഴും ഒരു റിസർവെയർ പോലെ ആക്ട് ചെയ്യാണ്. പൾമിനറി ആർട്ടറിയിൽ നിന്നും വരുന്ന ബ്ലഡ് എട്രിയയിൽ ഫില്ലായിക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എട്രിയയിൽ വി വേവ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ 2 വാൾവും ക്ലോസ്ഡ് ആണ്. വെൻട്രിക്കിൾ ഒരു ക്ലോസ്ഡ് ചേംബറാണ്. പക്ഷേ വെൻട്രിക്കിൾ എന്താണ്, റിലാക്സ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ബ്ലഡ് അകത്തേക്കും വരുന്നില്ല, ബ്ലഡ് പുറത്തേക്കും പോകുന്നില്ല. അതുകൊണ്ട് ഈ ഫേസിന് നമ്മൾ പറയുന്ന പേരാണ് ഐസോ വോളിമെട്രിക് റിലാക്സേഷൻ. അടുത്ത ഫേസിൽ വെൻട്രിക്കിളിലെ പ്രഷർ വീണ്ടും കുറഞ്ഞ് അത് എട്രിയയിലുള്ള പ്രഷറിനേക്കാളും കുറവായിട്ട് വരും. ആ സമയത്ത് മൈട്രൽ വാൾവ് ഓപ്പൺ ചെയ്യും. മൈട്രൽ വാൾവ് തുറക്കുന്ന സമയത്ത് എട്രിയ അത്രയും നേരം അക്യുമുലേറ്റ് ചെയ്ത ബ്ലഡ് എല്ലാം കൂടെ റാപ്പിഡായിട്ട് വെൻട്രിക്കിളിലേക്ക് ഫോളോ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫേസിനെ റാപ്പിഡ് വെൻട്രിക്കുലാർ ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഫില്ലിംഗ് ഒന്ന് ഫാസ്റ്റോ വിഗറസോ ഒക്കെ ആകുകയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ആഡഡ് സൗണ്ട് കൂടെ കേൾക്കാൻ കഴിയും. അതാണ് തേർഡ് ഹാർട്ട് സൗണ്ട്, S3 എന്ന് പറയും നമ്മൾ. അയോർട്ട ഈ സമയത്ത് എന്താണ്, കിട്ടിയ ബ്ലഡിനെ സ്ക്വീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെരിഫറൽ സർക്കുലേഷനിലേക്ക്. അയോർട്ടിക് വാൾവ് ക്ലോസ്ഡും ആണ്. അടുത്ത ഫേസിൽ പൾമിനറി ആർട്ടറിയിൽ നിന്നുള്ള ബ്ലഡ് ഡയറക്റ്റായിട്ട് എട്രിയ വഴി നേരെ വെൻട്രിക്കിളിലേക്ക് എത്തുകയാണ് ചെയ്യുക.
എട്രിയ ഇവിടെ ഒരു കമ്മ്യൂണിക്കേറ്റർ എന്നൊക്കെ പറയാം. നമുക്ക് പൾമണറി ആർട്ടറിൻ്റെയും വെൻട്രിക്കിളിൻ്റെ ഇടയിലുള്ള ഒരു കണക്ഷനായിട്ട് എട്രിയ ആക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് വെൻട്രിക്കുലർ ഫില്ലിങ്ങിൻ്റെ ലോങ്കസ്റ്റ് ഫേസ്. ഇതിനെ നമ്മൾ ഡയാസ്റ്റേസിസ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ലോ വെൻട്രിക്കുലാർ ഫില്ലിംഗ് എന്നും പറയും. മൈട്രൽ വാൾവ് ഈ സമയത്ത് ഓപ്പൺ ആണ്, അയോട്ടിക് വാൾവ് ക്ലോസ്ഡ് ആണ്. ഏകദേശം ഈ ഡയാസ്റ്റേസിസും കൂടെ കഴിയുമ്പോൾ വെൻട്രിക്കിൾ ഏകദേശം 80% ഫിൽഡ് ആകും. ഇനി ഇതിന് ശേഷമാണ് നമ്മുടെ എട്രിയൽ കൺട്രാക്ഷൻ, നമ്മൾ ആദ്യം പറഞ്ഞ എട്രിയൽ കൺട്രാക്ഷൻ വരാൻ പോകുന്നത്. അതും കൂടെ വരുമ്പോൾ ബാക്കി 20% കൂടെ ആഡ് ആകും. സോ ഇത്രയാണ് കാർഡിയാക് സൈക്കിളുള്ളത്. നമ്മൾ എട്രിയൽ കൺട്രാക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ വീണ്ടും എട്രിയൽ കൺട്രാക്ഷൻ തന്നെ എത്തിയിരിക്കുകയാണ്. നമുക്ക് റാപ്പിഡായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കാർഡിയാക് സൈക്കിളിലെ ഈവൻറ്റ്സ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യം എട്രിയ കൺട്രാക്ട് ചെയ്യുന്നു, ആ ലാസ്റ്റ് 20% ബ്ലഡും കൂടെ വെൻട്രിക്കിളിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ദെൻ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യം ഐസോവോളിമെട്രിക് കൺട്രാക്ഷൻ, ദെൻ റാപ്പിഡ് വെൻട്രിക്കുലർ റിജക്ഷൻ, ദെൻ സ്ലോ വെൻട്രിക്കുലർ റിജക്ഷൻ, പിന്നെ നമ്മുടെ പ്രോട്ടോ ഡയാസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഐസോവോളിമെട്രിക് റിലാക്സേഷൻ വരും അല്ലേ. അതിനുശേഷം റാപ്പിഡ് വെൻട്രിക്കുലർ ഫില്ലിങ്, പിന്നെ സ്ലോ വെൻട്രിക്കുലർ ഫില്ലിങ് അഥവാ ഡയാസ്റ്റേസിസ്, ദെൻ അഗെയിൻ എട്രിയൽ കൺട്രാക്ഷൻ. ഇങ്ങനെ ഇത് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാർഡിയാക് സൈക്കിളിലെ ഈവൻസിനെ സിസ്റ്റോളിൻ്റെ സമയത്തും ഡയാസ്റ്റോളിൻ്റെ സമയത്തും നടക്കുന്നതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ കാര്യമാണ് കേട്ടോ. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ സിസ്റ്റോളിൻ്റെ സമയത്ത് വരുന്നത് ഐസോവോളിമെട്രിക് കൺട്രാക്ഷൻ, റാപ്പിഡ് വെൻട്രിക്കുലർ റിജക്ഷൻ ആൻഡ് സ്ലോ വെൻട്രിക്കുലർ റിജക്ഷൻ, ഇത് മൂന്നുമാണ്. ഇനി ഡയാസ്റ്റോളിൻ്റെ സമയത്ത് വരുന്നതോ പ്രോട്ടോ ഡയാസ്റ്റോളും, ഐസോവോളിമെട്രിക് റിലാക്സേഷൻ, റാപ്പിഡ് വെൻട്രിക്കുലർ ഫില്ലിംഗ്, ഡയാസ്റ്റേസിസ് ഓർ സ്ലോ വെൻട്രിക്കുലർ ഫില്ലിംഗ് ആൻഡ് ഫോളോഡ് ബൈ എട്രിയൽ കൺട്രാക്ഷൻ. സോ ഇങ്ങനെ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി കാർഡിയാക് സൈക്കിളിനെ കുറിച്ച് 1-2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു കാർഡിയാക് സൈക്കിളിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ്സ് ആണ്. നമുക്കറിയാം നമ്മുടെ ഹാർട്ട് റേറ്റ് എത്രയാണ്, 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. സോ 72 ഡിവൈഡഡ് ബൈ 60 നമുക്ക് എന്ത് കിട്ടും, 0.8 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഈ 0.8 സെക്കൻഡ്സിൽ എട്രിയൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എട്രിയൻ്റെ സിസ്റ്റോളിന് വേണ്ടി എടുക്കുന്ന സമയം 0.1 സെക്കൻഡാണ്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി 0.7 സെക്കൻഡും എട്രിയ ഡയാസ്റ്റോളിലാണ്, ഫില്ലിംഗ് പ്രോസസ്സിലാണ്. നമ്മൾ ഫേസ് പറഞ്ഞപ്പോൾ ഒരുപാട് ഫേസിൽ എട്രിയ ഫില്ലിംഗ്, എട്രിയ റിസർവയർ പോലെ ആക്ട് ചെയ്യുന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി വെൻട്രിക്കിളിൻ്റെ കേസ് വരികയാണെങ്കിൽ വെൻട്രിക്കിളിൻ്റെ സിസ്റ്റോളിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 0.3 സെക്കൻഡ്സ് ആണ്. അതുപോലെ തന്നെ വെൻട്രിക്കിളിൻ്റെ ഡയാസ്റ്റോളിന് എടുക്കുന്ന സമയം 0.5 സെക്കൻഡ്സ് ആണ്. ഇവിടെയും ഡയാസ്റ്റോളാണ് കൂടുതൽ. ഇനി വെൻട്രിക്കിളിൻ്റെ സിസ്റ്റോളിൻ്റെ തുടക്കത്തിൽ നമ്മൾ 2 വാൾവിൻ്റെ കാര്യം പറയുന്നത്, മൈട്രൽ വാൾവ് അടയും, അപ്പുറത്ത് ട്രൈക്കാസ്പിഡ് വാൾവ് അടയും. ഇങ്ങനെ ഈ 2 വാൾവ് അടയുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകും, അതാണെന്ത് S1 ഫസ്റ്റ് ഹാർട്ട് സൗണ്ട്. ഇനി വെൻട്രിക്കിളിൻ്റെ സിസ്റ്റോൾ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ റിലാക്സേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അപ്പോഴും 2 വാൾവ് അടയും. അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു, അയോട്ടിക് വാൾവും അപ്പുറത്ത് റൈറ്റ് സൈഡിൽ പൾമനറി വാൾവും, സെമി ലൂണർ വാൾവ്സ് ഇതടയും. ഇവരടയുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകും, അതാണെന്ത് S2 സെക്കൻഡ് ഹാർട്ട് സൗണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു റാപ്പിഡ് വെൻട്രിക്കുലർ ഫില്ലിംഗ് ഫേസിൽ ബ്ലഡ് വളരെ റാപ്പിഡായിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ശബ്ദം കേൾക്കാൻ പറ്റും, അതാണെന്ത് S3 തേർഡ് ഹാർട്ട് സൗണ്ട്. പിന്നെ ഇനി ഒരു ശബ്ദം കൂടിയുണ്ട്, അതായത് ഹൈപ്പർട്രോഫീഡ് ആയിട്ടുള്ള കട്ടി കൂടിയിട്ടുള്ള എട്രിയം, ഹൈപ്പർട്രോഫീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ടി കൂടിയിട്ടുള്ള വെൻട്രിക്കിളിന് നേരെ ഭയങ്കര ഫോഴ്സായിട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ശബ്ദം കൂടി ജനറേറ്റ് ചെയ്യും, അതാണ് S4. സോ ഇതാണ് കാർഡിയാക് സൈക്കിൾ. അത്യാവശ്യം ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഈ ലെക്ചറിൽ ഡിസ്കഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അത് ചോദിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. താങ്ക്